സുഹൃത്തുക്കളെ, ആഡി, വൈലി സി പേരുകൾ സുന്ദരമായ പേരുകളാണ്. ഈ രണ്ട് പേരുകളും രണ്ട് മരുന്നുകളുടേതാണ്. ഈയിടെ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രത്യേക അനുമതി നൽകിയ മരുന്നുകളാണ് ഇത് രണ്ടും. നിരന്തരം പുതിയ പുതിയ പേരുകളാണ് മരുന്ന് കമ്പനികൾ മരുന്നുകൾക്ക് വേണ്ടി കണ്ടുപിടിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചാൽ ഒരു പേരിടാൻ എന്തൊരു പ്രയാസമാണ്, എത്ര നാളത്തെ ആലോചനയാണ്. പക്ഷെ മരുന്ന് കമ്പനികൾക്ക് ഇതുപോലുള്ള പുതിയ പേരുകൾ കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. എത്രയോ പേരുകളാണ് അവരിങ്ങനെ പുതുതായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ഇനിയും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ സുന്ദരമായ പേരുകളുള്ള ഈ രണ്ട് മരുന്നുകളും എന്തിനുള്ളതാണ് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും മരുന്ന് വേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്, മരുന്നുവൽക്കരിക്കുകയാണ്. ജീവിതത്തെ മൊത്തമായും ചില്ലറയായും മരുന്നിലകപ്പെടുത്തുക, മരുന്നുവൽക്കരിക്കുക. ഇതാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ലക്ഷ്യം. അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുക, ഷെയർ ഹോൾഡേഴ്സിന് പരമാവധി മെച്ചമുറപ്പ് വരുത്തുക, കൂടുതൽ ഷെയർ വിൽക്കാൻ കഴിയുക, ലാഭമുണ്ടാക്കുക. മാനുഷിക മൂല്യങ്ങളോ മനുഷ്യത്വമോ ജനങ്ങളുടെ ആരോഗ്യമോ ഒന്നും വിഷയമല്ല. പരമാവധി മരുന്ന് വിൽക്കണം. എന്തിനെല്ലാമാണ് മരുന്ന്? ഉണരാൻ മരുന്ന്, ഉണർന്നാൽ ഉന്മേഷമുണ്ടാകാൻ മരുന്ന്, ശോധനയ്ക്ക് മരുന്ന്, പല്ല് തേയ്ക്കാൻ മരുന്ന്, മരുന്നുകൾ ചേർത്ത ടൂത്ത് പേസ്റ്റുകൾ, കുളിക്കാൻ മരുന്ന്, മരുന്നുപയോഗിച്ച് അണുക്കളെയെല്ലാം കൊല്ലണം, സോപ്പിൻ്റെ പേരിൽ മരുന്നുകൾ ചേർത്ത സോപ്പ്. പിന്നെ മരുന്നുകൾ തേച്ചിട്ട് വേണം ഷേവ് ചെയ്യാൻ. ഷേവ് ചെയ്യാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം കൊണ്ട് മുഖം കഴുകി 2 മിനിറ്റ് കഴിഞ്ഞാൽ നേരെ ഷേവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ബിഫോർ ഷേവിങ്, ആഫ്റ്റർ ഷേവിങ് ഒക്കെ പലതരം മരുന്നുകളുണ്ട്. അണുവിമുക്തമാക്കണം. അതുകൊണ്ട് ഷേവിങ് ലോഷനുകൾ അത്യാവശ്യമാണ്. കുളി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ വിശപ്പ് വേണ്ടേ? അതിനൊരു മരുന്ന്, വിശപ്പുണ്ടാകാനുള്ള മരുന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെല്ലാം ദഹിക്കണ്ടേ? അതിന് വേറൊരു മരുന്ന്. ദഹിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാവരുത്, അതിനൊരു മരുന്ന്. അസിഡിറ്റി ഉണ്ടാവരുത്, നെഞ്ചിരിച്ചിലുണ്ടാവരുത്, പുളിച്ചു കേട്ടലുണ്ടാവരുത്, അതിന് വേറെ മരുന്ന്. പുറത്തിറങ്ങി നടക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ബാക്ടീരിയ വരരുത്, വൈറസ് വരരുത്, പ്രതിരോധ മരുന്നുകൾ പലത്. വാക്സിനുകളുടെ രൂപത്തിൽ, ഗുളികയുടെ രൂപത്തിൽ. പുറത്തിറങ്ങി നടക്കുമ്പോൾ സൂര്യൻ നിങ്ങളെ നോക്കിയെന്ന് വരും, സൂര്യകിരണങ്ങൾ നിങ്ങളുടെ ദേഹത്ത് സ്പർശിച്ചു എന്ന് വരും. ആപത്താണ്. വെയിൽ കൊണ്ടാൽ ക്യാൻസർ ഉണ്ടാകും. സൺസ്ക്രീൻ ലോഷനുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ലെയർ പോലെ ഒരു ലെയർ നിങ്ങളുടെ ശരീരത്തിൽ അങ്ങ് പൊതിഞ്ഞു വെച്ചാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവില്ല. നിങ്ങളുടെ സൺസ്ക്രീൻ ഓയിലിൽ നിന്നുള്ള ക്യാൻസറേ ഉണ്ടാവുള്ളൂ. അതാകട്ടെ സൂര്യപ്രകാശത്തിൽ നിന്ന് മരുന്ന് കഴിക്കുന്നവർക്കുണ്ടാകാനിടയുള്ള ക്യാൻസറിനേക്കാൾ പല ലക്ഷം മടങ്ങ് കൂടുതലുമാണ് സൺസ്ക്രീൻ ക്യാൻസർ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ശാസ്ത്രീയമായി ചില കാര്യങ്ങൾ പറയും, ശാസ്ത്രീയമായി മരുന്നുകൾ വിൽക്കും. പിന്നെ നിങ്ങൾക്ക് വിനോദിക്കണമെങ്കിൽ മരുന്ന്, ആഹ്ലാദിക്കണമെങ്കിൽ മരുന്ന്. ഡോപാമിൻ പോലെ ആഹ്ലാദ ഹോർമോണുകൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കിത്തരുന്ന, വെറുതെ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റിയ, നന്നായി ചിരിക്കാൻ പറ്റിയ മരുന്നൊക്കെ ഉണ്ട്. ഓപ്പിയോയിഡ് ചേർത്ത മരുന്നുകളൊക്കെ ആണെങ്കിൽ, കഞ്ചാവ് ചേർത്ത മരുന്നുകൾ, നന്നായിട്ടിരുന്ന് ചിരിക്കാൻ പറ്റിയ മരുന്നൊക്കെ ഞങ്ങൾ തരും. ഞങ്ങൾ എന്തിൽ നിന്നെല്ലാമാണ് നിങ്ങൾക്ക് മരുന്നുകൾ തരുന്നത്? മൂത്രത്തിൽ നിന്ന് മരുന്നുണ്ടാക്കി തരുന്നുണ്ട്. ഞങ്ങൾ കമ്പനിക്കാരും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ ഒഴിക്കണ മൂത്രമൊക്കെ എടുത്ത് ഞങ്ങൾ ഫെർട്ടിനോൻ, നോവാരൽ പോലുള്ള മരുന്നുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നുണ്ട്.
പെൺകുതിരകളെ 11 മാസം ഗർഭിണികളാക്കി അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിർത്തി, കിടക്കാനോ ഇരിക്കാനോ ഉറങ്ങാനോ ഒന്നിനും പറ്റാത്ത രീതിയിൽ തടവിൽ നിർത്തി, ആവശ്യത്തിന് വെള്ളം പോലും കൊടുക്കാതെ, മൂത്രത്തിന് കട്ടി കൂടുതൽ വേണം, അങ്ങനെ ആ മൂത്രം ശേഖരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പ്രിമാരിൻ എന്നുള്ള മരുന്നുണ്ടാക്കി തരുന്നുണ്ട്. പശുവിൻ്റെ മൂത്രം മരുന്നാണെന്നൊക്കെ പറയുന്ന ആളുകളെ ഞങ്ങൾ കളിയാക്കും, സംഘി എന്നൊക്കെ വിളിച്ച് ഞങ്ങൾ അവമാനിക്കും. അത് ഞങ്ങളുടെ കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. കുതിരയുടെ മൂത്രമാണെങ്കിൽ നല്ല മൂത്രമാണ്. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നല്ലൊരു ജീവിയൊന്നുമില്ല, അത് ഇന്ത്യക്കാരൻ്റെ. ഇത് കുതിര എന്ന് പറഞ്ഞാൽ പാശ്ചാത്യൻ്റെ ഉന്മേഷത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സാധനമാണ്. കുതിരമൂത്രം പുണ്യാഹമാണ്, പശുവിൻ്റെ മൂത്രം അത്ര നല്ലതല്ല. പിന്നെ ചാണകം, അയ്യയ്യേ സംഘി സംഘി സംഘി. പക്ഷേ നിങ്ങളുടെ അപ്പി അല്ല, ഞങ്ങളുടെ അപ്പി, കമ്പനിക്കാരുടെയും കുടുംബാംഗങ്ങളുടെ അപ്പി, അത് നല്ല അപ്പിയാണ്. അതുകൊണ്ട് അപ്പി തെറാപ്പിയൊക്കെ ഞങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള മരുന്നുകളുണ്ട്. അപ്പി തെറാപ്പി എന്ന് പറയുന്നത് ആരോഗ്യമുള്ളവരുടെ മലമെടുത്ത് ആരോഗ്യമില്ലാത്തവനെ കമഴ്ത്തിക്കിടത്തി മലദ്വാരത്തിലൂടെ അകത്തേക്ക് കയറ്റും, പിന്നെ റബ്ബർ ട്യൂബ് ഇട്ട് നേരെ വയറ്റിലേക്ക് കയറ്റും. അങ്ങനെയുള്ള അപ്പി തെറാപ്പിയൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പുതിയ വികസനം അങ്ങനെ പല രീതിയിൽ വരികയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യത്തിനും മരുന്ന്. സുഹൃത്തുക്കളെ, വൈക്കത്ത് നാം നടത്തുന്ന സത്യാഗ്രഹ പഠന ക്യാമ്പിന് വളരെ ആവേശകരമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. 50 പേരെ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ച ക്യാമ്പിൽ ഇപ്പോൾ 75ഓളം പേരായി കഴിഞ്ഞു. കുറെ കൂടെ ആളുകൾ പങ്കെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അതിനെ മുൻനിർത്തി അടുത്തൊരു ക്യാമ്പിൽ അവർക്ക് പ്രവേശനം നൽകാമെന്നാണ് കരുതുന്നത്. അടുത്ത ക്യാമ്പ് കുറച്ചുകൂടെ സൗകര്യപ്രദമായ ഒരു സമയത്താണ്. ഡിസംബർ 27, 28, 29 ക്രിസ്തുമസ് അവധിക്കാലത്തെ ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് കുട്ടികളുമൊത്ത് കുടുംബസമേതം തന്നെ പങ്കെടുക്കാനും സാധിക്കും. ഇപ്പോൾ തന്നെ ക്യാമ്പിലേക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതിനിടയിൽ മനുഷ്യനാണ്. മനുഷ്യൻ്റെ ആഹ്ലാദ വിനോദങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും ഞങ്ങൾക്ക് വരുമാനം കൂടുതൽ കിട്ടുമായ ഒരു വിനോദമായിട്ട് ലൈംഗിക പ്രവർത്തികളെ ഞങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് മരുന്ന് വേണം. മരുന്നങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ആള് പുലിയാണ്. അതുകൊണ്ട് ഞങ്ങൾ വയാഗ്ര ഉണ്ടാക്കി, പുരുഷന്മാർക്ക് വയാഗ്ര നൽകി. അത് കഴിച്ച് കുറേ പേര് ഹാർട്ടിന് തകരാറ് വരുന്നുണ്ട്, ചിലർ അപ്പം തന്നെ മരിക്കുന്നുണ്ട്. അതൊക്കെ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. മരിക്കാതെ ഞങ്ങൾക്ക് ആശുപത്രി കിട്ടിയാൽ 1.5 ലക്ഷത്തിൻ്റെ സ്റ്റെൻറ്റ് കയറ്റി വിടാം, 3 ലക്ഷത്തിൻ്റെ ബൈപ്പാസ് ചെയ്ത് വിടാം, പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചോളും. അത് പുരുഷന്മാർക്കാണ്. അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അത് പാടുണ്ടോ? മരുന്ന് കമ്പനി അങ്ങനെ ചെയ്യാവോ? പ്രത്യേകിച്ച് ഞങ്ങൾ ഗർഭം തടയാനുള്ള മരുന്നുകൾ കോടിക്കണക്കിനാണ് ലാഭമുണ്ടാക്കുന്നത്. ഗർഭം ധരിക്കാതിരിക്കാൻ ഗർഭനിരോധന മരുന്നുകൾ, ആ മരുന്നുകൾ ഉണ്ടാക്കുന്ന അലർജിക് റിയാക്ഷൻസ്, പിന്നെ ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നതിൽ ഒന്ന് ഗർഭനിരോധന മരുന്നുകളാണ്. അതിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാനുകോടികളാണ്, 100 കണക്കിന് കോടി ഡോളറുകളാണ്. ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ വീട്ടിലെ സമ്പത്ത് മുഴുവൻ തീർന്ന് കടമാകും. ഇപ്പോൾ പല വീട്ടിലും 2 ക്യാൻസറാണ്, 3 ക്യാൻസറാണ്. നാട് കൂടെ കടത്തിലാകുന്ന ചികിത്സയാണ് ക്യാൻസറിന് ഞങ്ങൾ ചെയ്തു വരുന്നത്. പിന്നെ ഞങ്ങൾ പരാജയപ്പെടും. നല്ലൊരു ശതമാനവും ഞങ്ങളുടെ ക്യാൻസറിൻ്റെ ചികിത്സ ക്യാൻസറിനേക്കാൾ ഭീകരമാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ പാലിയേറ്റീവ് കെയറിലേക്ക് അയക്കും. അംഗീകൃത കൊലപാതക കേന്ദ്രങ്ങളാണ്. അത് നാട് മുഴുവൻ ഇപ്പോഴുണ്ട്. ഭയങ്കര സാമൂഹ്യ സേവനമാണ് എന്നെല്ലാം ഞങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ സ്ത്രീകളോട് ഗർഭനിരോധന ഗുളികകളുണ്ട്. പിന്നെ ഗർഭം എല്ലാ ആഴ്ചയിലും ഞങ്ങളുടെ അടുത്ത് വന്ന് പരിശോധിപ്പിക്കേണ്ട തരത്തിലുള്ളൊരു രോഗമാണ്. പ്രസവം ഞങ്ങളുടെ ചികിത്സയിൽപ്പെടുന്നതാണ്. അതിന് പലതരത്തിലുള്ള ചിലവുകൾ വരുന്ന ചികിത്സകൾ ഞങ്ങൾക്കുണ്ട്. കുട്ടിയെ ഞങ്ങൾ ജനിക്കുമ്പോൾ തുടങ്ങി 10-200 വാക്സിനുകൾ കുത്തി ബ്രോയിലർ കോഴികളെ പോലെയാക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, പുരുഷന് വയാഗ്രയുണ്ട്, സ്ത്രീക്ക് എന്താണുള്ളത്? നയാഗ്ര ഉണ്ടാകാൻ നോക്കി, പക്ഷേ അനുവാദം അന്നേരം ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇപ്പം കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ത്രീകളുടെ വയാഗ്രകളാണ് ആഡിയും വൈലീസിയും. 2 മരുന്നുകളാണ്. ഹൈപ്പോ ആക്റ്റീവ് സെക്ഷുവൽ ഡിസയർ ഡിസോർഡർ എന്ന് പറഞ്ഞ് ഒരു രോഗം ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി വന്ന് ഞങ്ങൾ പേരൊന്ന് പരിഷ്കരിച്ച് ഒന്നുകൂടെ മാറ്റി ഇപ്പോൾ വിളിക്കുന്നത്
ഫീമെയിൽ സെക്ഷുവൽ ഇൻട്രസ്റ്റ് എറോസൽ ഡിസോർഡർ എന്നാണ്. ഇതുപോലെ ഞങ്ങൾ സുന്ദരമായ പേരുകൾ, പറ്റിയ പേരുകളൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു കൊണ്ടുവന്നിട്ട് പറ്റിയ വിശേഷണങ്ങളെല്ലാം ചാർത്തി. അപ്പോൾ നിങ്ങളൊരു സ്ത്രീക്ക് ലൈംഗിക താല്പര്യം എപ്പോഴെങ്കിലും കുറയുന്നുണ്ടോ? അതൊരു രോഗമാണ്. അതിന് മരുന്ന് കഴിക്കണം. മരുന്നുണ്ട്. വൈലീസി എന്ന മരുന്ന് ബന്ധപ്പെടുന്നതിന് 3/4 മണിക്കൂർ മുമ്പ് തൊടയുടെ ഭാഗത്ത് കുത്തിവെച്ചാൽ മതി, ലൈംഗിക താല്പര്യം ഉണരും. ആഡി ആണെങ്കിൽ അത് ദിവസവും കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി. എല്ലാ ദിവസവും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല, പക്ഷേ എന്നാലും നിങ്ങൾ കഴിക്കണം, ദിവസവും കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ 2 മരുന്നുകൾക്കാണ് അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ മരുന്നുകൾ കഴിച്ച് താല്പര്യം ഉണ്ടാക്കേണ്ടത് പ്രധാനമായിട്ട് ഈ മരുന്നുകൾ മെനോപോസ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള സ്ത്രീകൾക്കാണ്. അതിൽ തന്നെ എല്ലാവർക്കും മരിക്കണമെന്നൊന്നുമില്ല. ഞങ്ങൾ സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ കുനുകുനാ വായിക്കാൻ പറ്റാത്ത അക്ഷരങ്ങളിൽ വിശദമായി തന്നെ എഴുതി വെക്കും. ഞങ്ങളുടെ ശാസ്ത്രം അതാണ്. അത് നിങ്ങളുടെ കയ്യിൽ അബദ്ധത്തിൽ പോലും വന്നു പറ്റാതിരിക്കാൻ മരുന്ന് കടകൾക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ പാക്കറ്റിൽ മാത്രം ഒരെണ്ണിട്ടിരിക്കും. അതിൽ നിന്ന് ഓരോ സ്ട്രിപ്പ് വാങ്ങിച്ചുകൊണ്ടോണ നിങ്ങൾക്കൊന്നും അത് മനസ്സിലാക്കാനോ കാണാനോ ഭാഗ്യം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളിതെല്ലാം തുറന്ന പുസ്തകം പോലെയാണ്, ഇതെല്ലാം എഴുതി വച്ചിരിക്കും. അപ്പോൾ വാട്ട് ടു നോ അബൌട്ട് ആഡി എന്ന് പറഞ്ഞ് മരുന്ന് കമ്പനിയുടെ തന്നെ സൈറ്റിൽ കയറി നോക്കിയാൽ ആഡി ഈസ് എ നോൺ ഹോർമോണൽ പിൽ taken once daily at bedtime in clinical trials. Women on ADI experienced clinical trial നടക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവപ്പെട്ടത് more desire for sex, ലൈംഗികതയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കൂടിയ ആഗ്രഹമൊക്കെ വന്നു. more satisfying sexual events, വളരെ തൃപ്തികരമായ ബന്ധങ്ങൾ സാധിച്ചു. less stress, കുറഞ്ഞ താല്പര്യം കാരണമൊക്കെയുള്ള അഭിനിവേശം കാരണമുള്ള ഒരു സംഘർഷത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചു. മൈ സെക്സ് ലൈഫ് ഈസ് ബാക്ക്, എൻ്റെ ലൈംഗിക ജീവിതം തിരിച്ചു വന്നിരിക്കുന്നു. ഐ എം കൗണ്ടിങ് ദ ഡേയ്സ് അൺടിൽ ഡേറ്റ് നൈറ്റ് അഗെയിൻ. ഞാനതിന് ശേഷമുള്ള നമ്പറുകളൊക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. ജാക്കി 47 ആക്ച്വൽ ആഡി പേഷ്യൻ്റ്, ആഡി കഴിച്ചൊരു രോഗിയാണ്. എന്തൊരു സന്തോഷമായി. അപ്പോൾ ഏതാണ്ട് 2000-ഓളം മെനോപോസ് എത്തി നിൽക്കുന്ന സ്ത്രീകളിൽ 24 ആഴ്ച പരീക്ഷണം നടത്തി കണ്ടുപിടിച്ചതാണ് നോട്ട് ഓൾ വിമൻ വിൽ എക്സ്പീരിയൻസ് സിമിലർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദെയർ HSDD. അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചത് എല്ലാ സ്ത്രീകൾക്കൊന്നും മെച്ചമൊന്നും ഉണ്ടാക്കണില്ല, എന്നാലും കഴിക്കണം കേട്ടോ. ഇത് 8 ആഴ്ച നിങ്ങൾ കഴിച്ചിട്ടും ഗുണമൊന്നും കാണുന്നില്ല എങ്കിൽ നിർത്തിയേക്കണം കേട്ടോ. ഇങ്ങനെയാണ് കമ്പനി തന്നെ പറയുന്നതാണ്, ഉപദേശങ്ങളാണ്. ടേക്കിംഗ് ആഡി അത് ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ നിങ്ങൾ കഴിക്കാവൂ. അതെന്തിനാന്ന് വെച്ചാൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ തീരെ താണു പോകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം തകരാറിലാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളിത് കഴിച്ചോണം ഉറങ്ങിപ്പോവാനും സാധ്യതയുണ്ട്, ബോധം കെട്ട് വീഴാൻ സാധ്യതയുണ്ട്. അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡോക്ടർ പറയുന്ന പോലെ കഴിക്കാവൂ. ഇത് ഡോക്ടർ കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് കണ്ടിട്ടാണോ നിങ്ങൾക്ക് തരിക? അതെങ്ങനെയാണ് ഡോക്ടർക്ക് കഴിച്ചു നോക്കിയിട്ട് മരുന്ന് തരാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അവിടെ ഇരുന്ന് 10 രോഗികൾക്കുള്ള മരുന്നൊന്ന് കഴിച്ചു നോക്കിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവിടെ ചത്തു വീഴും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയമാണല്ലോ പറയുന്നത്, ശാസ്ത്രം തന്നെ നോക്ക്. സൈഡ് എഫക്ട്സ്. The most common side effects of ADI includes dizziness, nausea, tiredness, difficulty falling asleep or staying asleep and dry mouth. ഇങ്ങനെയൊക്കെയാണ് ഇതിന് ദോഷഫലങ്ങളുള്ളത്. ഏത് പ്രായം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ലൈംഗിക താല്പര്യം കുറഞ്ഞ സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം ഉണ്ടാക്കിയിട്ടൊന്ന് ബന്ധപ്പെടാനുള്ളൊരു അവസരം ചെയ്തു കൊടുക്കുന്ന മഹാസേവനത്തിന് ദോഷഫലങ്ങളായി വരാവുന്നതായി മെഡിക്കലി പ്രൊമോട്ടഡ് സൈഡ് എഫക്ട്സ് ആണിത്. കമ്പനി തന്നെ പറയുന്നതാണിത്. ശരിയായ സൈഡ് എഫക്ട്സ് വേറെ ആയിരിക്കും, അത് മിണ്ടുകയല്ല ഇവർ. അതിന് റിസർച്ചേഴ്സ് വേറെ വരും, അത് പുറത്തു വരാൻ സമ്മതിക്കുകയില്ല.
ദ മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഈ കോമൺ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് 10 പേര് ഈ മരുന്ന് കഴിക്കുമ്പോൾ ഒരാൾക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ് കോമൺ സൈഡ് എഫക്ട്സ്. അൺകോമൺ എന്ന് പറഞ്ഞാലോ അത് 100 പേര് മരുന്ന് കഴിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന കുഴപ്പത്തെയാണ് ഞങ്ങൾ അൺകോമൺ സൈഡ് എഫക്ട്സ് എന്ന് പറയുക. പിന്നെ ഞങ്ങൾ പറയുമോ സൈഡ് എഫക്ട്സ് ഒക്കെ വളരെ റെയറാണ്. റെയർ എന്ന് പറഞ്ഞാൽ 1000 പേര് മരുന്ന് കഴിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഗതികേടാണ്. വെരി റെയറോ? വെരി റെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും ലക്ഷത്തിലൊന്ന്. 10,000 പേര് മരുന്ന് കഴിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഗുരുതരമായ തകരാറുകളാണ് വെരി റെയറിൽ പെടുക. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുണ്ടാകുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് അത് തലകറക്കം, ഒക്കാനം, ക്ഷീണം, ഉറക്കത്തിലേക്ക് വീഴാനുള്ള പ്രയാസം, ഉറങ്ങിത്തന്നെ പോകുന്നൊരവസ്ഥ, പിന്നെ വരണ്ട വായ്, ഇതെല്ലാം മെഡിക്കലി പ്രൊമോട്ടഡ് സൈഡ് എഫക്ട്സ് തന്നെയാണ് എന്നത് ഓർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ശരീരത്ത് തലയ്ക്കൊരു ഭാരമില്ലായ്മ, ലൈറ്റ് ഹെഡഡ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ നിലത്ത് കിടക്കണം. ഉടനടി നിങ്ങൾ എമർജൻസി കെയറിലേക്ക് ബന്ധപ്പെടണം, അല്ലെങ്കിൽ ആരോടെങ്കിലും പറയണം ഉടനെ നിങ്ങളെ എമർജൻസി കെയർ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അതേപോലെ HIV മരുന്നൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കരുതും HIV മരുന്ന് പോലുള്ള അങ്ങനെയുള്ള മരുന്നൊക്കെ കഴിക്കുന്ന ആരാ ഉള്ളത്? വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഉണ്ട് ഫംഗൽ ഇൻഫെക്ഷൻസ്. നമുക്ക് പലതരത്തിലുള്ള ചൊറിച്ചികൾ, കാലിൻ്റെ ഒടുവിൽ കറുത്ത നിറത്തിലുള്ള അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ സാധനം കഴിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ ഈ മരുന്ന് കഴിക്കണമോ വേണ്ടത് എന്നുള്ളത് ഡോക്ടറോടൊന്ന് ചോദിച്ചേക്ക്. നിങ്ങൾ മുലയൂട്ടുന്നുണ്ടെങ്കിലും ഡോക്ടറോടൊന്ന് ചോദിച്ചേക്ക്. കാരണം ഈ 2 കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ പഠനമൊന്നും നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയാണോ മരുന്ന് കമ്പനിക്കാരാ ഡോക്ടർക്ക് അറിയുക? നിങ്ങൾ മരുന്നുണ്ടാക്കിയ കമ്പനി ഇതിനെക്കുറിച്ച് പഠനമൊന്നും നടത്തിയിട്ടില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ പകുതി പോയിട്ട് 1/4 പോയിട്ട് 1% പോലും വിവരം ഇക്കാര്യത്തിൽ ഈ ഡോക്ടർക്ക് ഇല്ലല്ലോ. നിങ്ങളുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയണ വിവരമല്ലേ ഡോക്ടർക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളേ? ഇതാണ് മരുന്ന് കമ്പനിക്കാരൻ്റെ മറ്റൊരു തട്ടിപ്പ്. ഡോക്ടർമാരാണെങ്കിൽ ഇതിനൊക്കെ നിന്നു കൊടുക്കാൻ തയ്യാറുമാണ്, കാശ് കിട്ടിയാൽ മതി. പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പോൾ മദ്യം കഴിക്കാൻ പാടില്ല, ബിയറും കുടിക്കാൻ പാടില്ല, കൊക്കരക്കോള കുടിക്കാവോ, പെപ്സി കൊള്ളയ്ക്ക് വിധേയമാകാവോ എന്നൊന്നും ചോദിച്ചേക്കരുത്. പിന്നെ നിങ്ങൾ നടക്കണ വഴിയൊക്കെ ഉറങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയൊക്കെ ഇതിലുള്ളത് കൊണ്ട് വളരെ സൂക്ഷിക്കണം. നിങ്ങൾ വാഹനം ഓടിക്കണ്ട, അപകടകരമായ ജോലികളൊന്നും ഇതിലുള്ളപ്പോൾ ചെയ്യണ്ട, മോളിൽ കയറണ്ട. സ്ലീപ്പിനെസ് ഇതിൻ്റെ സൈഡ് എഫക്ട്സിൽ പെട്ടതായതുകൊണ്ട് സൂക്ഷിക്കണം. പിന്നെ തീരെ ബ്ലഡ് പ്രഷർ കുറഞ്ഞിട്ട് ഫെയിൻറ്റിങ് വരാം, നിങ്ങൾ ബോധമില്ലാണ്ടൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടും അപകടകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ മീതൊക്കെയുള്ള യാത്ര, കെട്ടിടത്തിൻ്റെ മുകളിൽ കയറൽ, വാഹനം ഓടിക്കൽ, അപകടകാരികളായ യന്ത്ര സാമഗ്രികൾ ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോളണം. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഏതാണ്ട് 50 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഓരോ വീട്ടിലും 5ഉം 8ഉം 10ഉം 17ഉം 21 കുട്ടികൾ വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെയാണ് ആ ഒരു മേഖലയിൽ ഇതുപോലൊരു തകർച്ച? കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ആശുപത്രികൾ കയറി ഇറങ്ങി നടക്കുന്ന അനേകം ദമ്പതികൾ ഇന്ന് കേരളത്തിൽ. എങ്ങനെയാണ് നമ്മുടെ ലൈംഗികത തകർന്നത്? എങ്ങനെയാണ് ഇവിടെ സ്ത്രീകൾക്ക് ഈ താല്പര്യം നഷ്ടപ്പെടുന്നത്? ആ കാരണമൊന്ന് കാണണ്ടേ? നിങ്ങൾ വിഷാദ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? മാനസിക രോഗങ്ങൾക്കുള്ള മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? ഹൃദ്രോഗത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? BP കുറയ്ക്കാനുള്ള മരുന്നുകൾ, ബ്ലഡ് പ്രഷറിനുള്ള മരുന്നെടുക്കുന്നുണ്ടോ? ജേർഡ് എന്നെല്ലാം പറഞ്ഞ് ഹിസ്റ്റാമിൻ മരുന്നുകൾ, നെഞ്ചരിച്ചിലിന്, ഗ്യാസ് ട്രബിളിന് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? H2 ബ്ലോക്കേഴ്സ് എന്ന് പറയും. ക്യാൻസറിൻ്റെ കീമോതെറാപ്പി, ക്യാൻസർ ചികിത്സകൾ ചെയ്തിട്ടുണ്ടോ? ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നുണ്ടോ? ഗർഭനിരോധന സാമഗ്രികൾ ഉപയോഗിക്കുന്നുണ്ടോ?
വേദനാ സംഹാരി മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? ക്രീമുകൾ പുരട്ടുന്നുണ്ടോ? കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടോ? അപസ്മാര മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? ഈ മരുന്നുകളൊക്കെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം, മരവിപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ രോഗങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കാമെന്നല്ലാതെ ആ രോഗങ്ങൾക്കും മുക്തിയില്ല. ഇതുപോലുള്ള തകരാറുകൾ ഉണ്ടാകുകയും ചെയ്യും. അതിൻ്റെ കാരണമൊന്നും മിണ്ടാതെ അപ്പോത്തിഗിരി നിങ്ങൾക്ക് ആഡി, വൈലീസി, വയാഗ്ര, നയാഗ്ര, നല്ല കാശല്ലേ, നല്ല വിലയല്ലേ. മരുന്ന് കമ്പനികളുടെ ഈ കെണിയിൽ നമ്മുടെ ഡോക്ടർമാരെ പെടുത്തി നമ്മുടെ ഡോക്ടർമാർ നമ്മളെയും അവരെക്കാളും വലിയ പാതാളക്കുഴികളിൽ പെടുത്തി. ഇതാണ് സംഗതി. നെഞ്ചരിച്ചിലിന്, ഗ്യാസ് ട്രബിളിന് മരുന്ന് കഴിക്കാത്ത ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടാകുമോ? കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കാത്ത 40 വയസ്സ് എന്നവരുണ്ടോ? മാനസികമായ ടെൻഷൻ, ഡിപ്രഷൻ, പാനിക് ഡിസോർഡേഴ്സ് എന്നെല്ലാം പറഞ്ഞ് അതിന് മരുന്ന് കഴിക്കാത്ത ആളുകളും പ്രായം ചെന്നവരിൽ കുറവാണ്. BP മരുന്നും കൂടെ കഴിക്കാത്തവരോ, ഗർഭനിരോധന മരുന്നുകൾ ഉപയോഗിക്കാത്ത ആരുണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളിൽ നിന്ന്? അങ്ങനെ മരുന്നുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ രോഗത്തിനും മറ്റു പല രോഗങ്ങളെയും പോലെ തന്നെ പുതിയ പേരെല്ലാം കൊടുത്ത് അതിന് വല്ലാത്ത മരുന്നുകൾ, ചാകര കൊയ്യുന്ന മരുന്നുകൾ. പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ അലോപ്പതി മരുന്നുകളെ വിഷങ്ങളായി കരുതി അകറ്റി നിർത്തണം. ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ ആദ്യത്തെ ചികിത്സ ഒരു ദോഷഫലവും ഉണ്ടാക്കാത്ത പ്രകൃതി ചികിത്സ തന്നെയാവണം. ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ട്, അല്പം ഉപവാസങ്ങൾ കൊണ്ട് അസുഖങ്ങൾ മാറുന്നില്ല എങ്കിൽ അപകടം കുറവുള്ള രീതികളുണ്ട്. ഡ്രഗ്ലെസ് തെറാപ്പികളുണ്ട്. അതിനപ്പുറത്ത് ഹോമിയോയുണ്ട്, ആയുർവേദമുണ്ട്, സിദ്ധ, യുനാനിയൊക്കെ ഉണ്ട്. അവിടെയും മാറുന്നില്ലെങ്കിൽ മാത്രമേ അപകട സാധ്യതകൾ ഏറെയുള്ള അലോപ്പതിയിലേക്ക് പോകാവൂ. അലോപ്പതി അപകടങ്ങൾക്കാണ്, അത്യാഹിതങ്ങൾക്കാണ്, മാറാത്ത പ്രശ്നങ്ങൾക്കാണ്. പ്രാണനെ രക്ഷിക്കാനുള്ള ചില നടപടിക്രമങ്ങളിലേക്ക് മാറ്റിവയ്ക്കുക അലോപ്പതിയെ. ലൈംഗികമായ ശൈത്യമാവട്ടെ, മറ്റ് ആരോഗ്യപ്രയാസങ്ങളാവട്ടെ, അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പരിഹരിക്കാവുന്നതാണ്. ആ കാരണങ്ങൾ പലപ്പോഴും ആഹാരപാനീയങ്ങൾ നേരെയാക്കുക, ജീവിതത്തോട് മടുപ്പുള്ളവർ ജീവിതത്തെ സ്നേഹിക്കാൻ കഴിയുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുക ജീവിതം. പങ്കാളിയുടെ മടുപ്പാണെങ്കിൽ മടിക്കാതെ തുറന്ന സംസാരത്തിലൂടെ അതിനും പരിഹാരമുണ്ടാക്കുക. തെറ്റുകളെ പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള വിശാലമായ ഹൃദയമുണ്ടാക്കുക. മരുന്നുകളുടെ ദോഷഫലങ്ങളെ കഴുകിക്കളയാൻ കഴിയുന്ന പ്രകൃതി രീതികൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. യോഗ ലൈംഗികമായ ബലഹീനതകൾക്ക് പുരുഷനും സ്ത്രീക്കും തീർച്ചയായും ഫലം തരുന്നൊരു കാര്യമാണ്. ഒപ്പം പ്രകൃതി ഭക്ഷണ രീതി കൂടിയാണെങ്കിൽ തേങ്ങ, ബദാം, കപ്പലണ്ടി മുളപ്പിച്ചത്, കശുവണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താം. ദഹനമനുസരിച്ച് മില്ലറ്റ്സ് നല്ലതാണ്. നിങ്ങളുടേതായ ആഹാര പരീക്ഷണങ്ങൾ നടത്തുക. കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റുകൾ എഴുതണം, ലൈക്ക് ചെയ്യണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നന്ദി, നമസ്കാരം.